അഭിപ്രായം. അജയ്കുമാർ ചങ്ങനാശ്ശേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അജയ്കുമാർ, അജയ്കുമാർ മമ്മൂട്ടി ഫാനാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ആരുടെയും ഫാനല്ല. കൈതാൻ ഫാൻ എന്ന് ജഗതി ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ഓക്കെ, കൈതാൻ ഫാൻ. എനിക്ക് നല്ല സിനിമ ആരുടെ ആയാലും ഇഷ്ടപ്പെടും. കഥാപാത്രങ്ങളോടാണ് ഇഷ്ടം. കഥാപാത്രങ്ങളുടെ കൂടെയാണ്. അപ്പൊ ഈ മമ്മൂട്ടിയുടെക്കെതിരെയുള്ള സൈബർ ആക്രമണം അജയ്കുമാറിനെ വേദനിപ്പിച്ചോ, അതോ എന്ത് തോന്നി? നമ്മുടെ സംസ്കാര ശൂന്യതയാണോ അത് പുറത്തു വന്നത്, അതോ എന്താണ് ഈ മൊത്തം വിവാദം കേട്ടപ്പോൾ എന്ത് തോന്നി? സംസ്കാര ശൂന്യതയല്ല, സംസ്കാര ശൂന്യത എന്താണ് നമ്മുടെ ഈ സൈബർ ആക്രമണം. സൈബർ ആക്രമണം സംസ്കാര ശൂന്യത തന്നെയാണ്. ഇവിടെ സംഭവിച്ച സംസ്കാര ശൂന്യതയല്ല. ഇപ്പം ഈ നമ്മുടെ ഈ വയനാട്ടിലെ ഈ ദാരുണ സംഭവം ഉണ്ടായ അന്ന് തൊട്ട് ഇതിന്റെ അവസാനം വരെ, ഈ സമയം വരെ ടി വിയിൽ കാണുന്ന ഒരു മുഖം, ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മുഖം ആ ചെറുപ്പക്കാരൻ്റെയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അത് വിട്ടേക്കുക, മനസ്സിലായില്ലേ? അതുപോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആ ജില്ലയിലെ പ്രമുഖനായ ഒരു നേതാവ് മമ്മൂട്ടിയെ പോലൊരു നടൻ അവിടെ വരുമ്പോൾ അദ്ദേഹം കൂടി അവിടെ ആ സ്ഥലത്ത് പോകേണ്ടതും ആവശ്യമാണ്, പോകുന്നതും നല്ലത് തന്നെയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മമ്മൂട്ടി, അതായത് ഞാനിവിടെ വന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പോകും, എന്നെ അങ്ങനെ മുദ്ര കുത്തപ്പെടും, അതുകൊണ്ട് താങ്കൾ മാറി നിൽക്കൂ എന്ന് പറയുന്നത് വളരെ മോശമായി പോയി. മോശമെന്നല്ല, അതിന് വേറെ വാക്കുകൾ ഉപയോഗിക്കണം, അത് ചെയ്യുന്നില്ല. കാരണം മമ്മൂട്ടിക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആള് തന്നെയാണ്. മമ്മൂട്ടിയുടെ രാഷ്ട്രീയം പല വേദികളിലും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ഒരാൾ എനിക്ക് കമന്റ് അയക്കുക കേട്ടോ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണോ എന്ന് എനിക്കറിയില്ല. അജയ്കുമാർ ഉണ്ണി മുകുന്ദൻ ഫാനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരാൾ കമന്റ് അയക്കുകയാണ്, നമ്മുടെ ഷിജുവാ. അപ്പൊ അജയ്കുമാറിനെ ശ്രദ്ധിക്കുന്നതാണ്. ഉണ്ണി മുകുന്ദൻ ഫാനാണ്. ഞാൻ ഓർക്കുന്നില്ല എപ്പോഴും ഉണ്ണി മുകുന്ദനെ പിന്തുണച്ചിട്ടുണ്ടോ എന്ന്. പക്ഷെ അതൊരു ഉണ്ണി മുകുന്ദൻ ഫാനാണെന്നാ പറയുന്നത്. എനിക്കറിയില്ല, ഒരു പക്ഷേ എവിടെയെങ്കിലും ഞാൻ താടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. എവിടെയെങ്കിലും ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ, അതൊന്നും. ശരി. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പൊ അദ്ദേഹം അതൊരിക്കലും, അദ്ദേഹത്തിന് അത് ഉറപ്പായിട്ടും ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തില്ല? ആ ഒരു നിമിഷത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് അദ്ദേഹം സ്വയം ചോദിക്കട്ടെ. ഏതായാലും അദ്ദേഹം ചെറുപ്പക്കാരനെ വിളിച്ച, പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് മാപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ തനിക്ക് പറ്റിയ അവസ്ഥ പറയുകയും അവർ തമ്മിൽ അത് എഗ്രി ചെയ്യുകയും ചെയ്തു. ഇനി ഞാൻ മറ്റൊരു കാര്യം ഇവിടെ ഈ നിമിഷം പറയാൻ ഉദ്ദേശിക്കുന്നത്, മമ്മൂട്ടിക്ക് പകരം ആ സ്ഥാനത്ത് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഇന്ന് ആകെ ബഹളം കോലാഹലമായല്ലേ? കേരളം കത്തിച്ചേനെ. ഇപ്പൊ സഹാക്കൾ തന്നെ വന്നിട്ട് പറയുന്ന കേട്ടില്ലേ, സാരമില്ല, അതങ്ങനെയായി, ഞങ്ങൾ ഇങ്ങനെയായി, ഞങ്ങൾ അങ്ങനെ ക്ഷമിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ ക്ഷമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ സഖാക്കൾ തന്നെ, ഞാൻ പേരെടുത്ത് പറയുന്നു, കേരളം കത്തിച്ചേനെ. ഇതാണ് സോഷ്യൽ മീഡിയ, മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ, ഇതാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ. അത്രേ ഉള്ളൂ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുനിൽ പറയുന്നത് എന്നോട്, സുനിൽ 2391 പറയുന്നത്, ആളുകളെ അപമാനിച്ച് വിടാനും മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറയണം കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് പറയുന്നത്. CPM സെക്രട്ടറികളെ അത്ര ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് ജോസഫ് വർഗീസിൻ്റെ പ്രതികരണം. രാജൻജി സദാവ് മമ്മൂട്ടി എന്ന് വായിച്ചത് മനുവല്ല, അത് കമൻറ്റ് വായിച്ചതാണെന്ന് എന്നോടൊപ്പം ഗ്ലാഡിയേറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ഗ്ലാഡിയേറ്ററിന് സത്യം മനസ്സിലായതുകൊണ്ട് എനിക്കൊരു പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊയ്തീൻ കുട്ടി, നടനായാലും ആരായാലും മാന്യമായി ഇത്തരക്കാരോട് പെരുമാറണം, മറിച്ച് അഭിനയം അദ്ദേഹത്തിൻ്റെ ജോലി, അതിൽ വരുമാനമുണ്ട്, തൻ്റെ സ്വഭാവം അഭിനയത്തിൽ പോരാ, ജീവിതത്തിലും മമ്മൂട്ടിക്ക് വേണം എന്ന് മൊയ്തീൻ കുട്ടി എന്നോടൊപ്പം പറയുന്നു. മമ്മൂട്ടിയും സഖാവ് തന്നെയല്ലേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. അബ്ദുൾ ഹമീദ് ഖാൻ 5470, ജനങ്ങളുടെ സംഭാവനയാണ് വീടുകൾ, മമ്മൂട്ടി വന്നപ്പോൾ ഈ പാർട്ടിക്കാരന് എന്ത് കാര്യം എന്ന് അബ്ദുൾ ഹമീദ് ഖാൻ എന്നോട് ചോദിക്കുന്നു. മമ്മൂട്ടിയുടെ പെരുമാറ്റം വളരെ മോശമായി പോയി, എനിക്ക് ഇയാൾ ആകെ വെറുത്തുപോയി എന്ന് ഇന്ത്യൻ 9684 എന്നോട് പറയുന്നു. രാജശേഖരൻ പറയുന്നത്, മമ്മൂട്ടി ഒരു ഓസ്കാർ പ്രതീക്ഷിക്കുന്നു, അങ്ങനെയെങ്കിൽ ഒരു ഭാരത് രത്ന ഓഫർ ചെയ്തേക്കാം, അതുകൊണ്ട് ഇപ്പോഴത്തെ സംഘമിത്ര ലാകും എന്ന് രാജശേഖരൻ പറയുന്നു. സാഡസ്റ്റ് പാർട്ട് ഈസ് ഓൾദോ ദ മെയിൻ മെഡൽസ് ലെഫ്റ്റ് വിത്ത് ടോപ്പിക് ബട്ട് ഓൺലി യെല്ലോ മെഡൽ സ്റ്റിൽ പ്രൊവൈഡ് ഫ്യൂവൽ ടു ഇഗ്നേറ്റ് ഇറ്റ് മോർ എന്നാണ് പറയുന്നത്. അത് ഓക്കെ. നൗഷാദ് കട്ടപ്പനയല്ല, കട്ടുപ്പാറയാണെന്ന് എന്നതാണ്, അല്ലല്ല. ഓക്കെ ഓക്കെ നൗഷാദ് അല്ലേ? നൗഷാദിന് ഞാൻ എപ്പോഴും കട്ടപ്പന എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ നൗഷാദ് കട്ടപ്പനയല്ല, നൗഷാദ് കട്ടുപ്പാറയാണ്. അപ്പോൾ കട്ടുപ്പാറ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടുക്കിക്കാരനാണെന്നാണ്. അപ്പോൾ അവിടെയല്ലേ നൗഷാദ്? അപ്പോൾ മോഹൻലാൽ മുഖ്യമന്ത്രി പ്രോഗ്രാം വന്നതാണ് കുഴപ്പമായത് എന്ന് എന്നോട് ബൈജു ഗോപി പറയുന്നു. മമ്മൂട്ടി വളരെ പ്രളയബാധിത പ്രദേശത്ത് എന്ത് ചെയ്തു എന്ന് പറയാമോ? CPM ജില്ലാ സെക്രട്ടറി, പ്രളയബാധിത പ്രദേശത്ത് മികച്ച പ്രവർത്തനമാണ് നടത്തിയത്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരോട് താരങ്ങൾ ജാട കാണിച്ചാൽ ജനം വെറുക്കും എന്ന് പറയുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്, അങ്ങോട്ട് പോരുത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.